Knowing ourselves is a very difficult task. Here we are discussing such a topic, The Waking, written by Theodore Root. It's a poem, and the famous American writer Theodore Root wrote the poem The Waking. Theodore Root was the most influential American poet who won the Pulitzer Prize for Poetry in 1954 for his famous work The Waking. ദ വേക്കിംഗ് എന്ന ഈ കവിതയ്ക്ക് പുലിറ്റ്സർ പ്രൈസ് നേടിയിട്ടുണ്ട്. എഴുതിയ ആള് തിയോഡർ റൂത്ത് എന്ന അമേരിക്കൻ എഴുത്തുകാരനാണ്. ആൻഡ് ഹിസ് പോയട്രി ഈസ് ഫേമസ് ഫോർ ഹിസ് എക്സ്പ്ലനേഷൻ ഓഫ് ദ സെൽഫ് ത്രൂ റിഫ്ലക്ഷൻ ഓഫ് ഫാമിലി ആൻഡ് നേച്ചർ. അദ്ദേഹത്തിന്റെ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റിഫ്ലക്ഷൻ ഓഫ് ഫാമിലി ആൻഡ് നേച്ചർ, ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ആൻഡ് നേച്ചർ, അതോടൊപ്പം തന്നെ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ഓൾസോ ക്യാൻ ബി സീൻ ഇൻ ഹിസ് പോയിംസ്. അദ്ദേഹത്തിന്റെ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻട്രോസ്പെക്ഷൻ, അതായത് സ്വന്തം വിശകലനം ചെയ്യുക, അവനവൻ ആരാണ്, അവനവന്റെ കഴിവുകൾ എന്താണ്, താൻ ആരാണെന്ന് അറിയുന്ന ആ ഒരു അവസ്ഥയൊക്കെ അദ്ദേഹത്തിന്റെ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. The Waking is an enigmatic villain written in 1953 and a year after the author's marriage. അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷം, വിവാഹത്തിന് ഒരു വർഷത്തിന് ശേഷമാണ് ഈ കവിത എഴുതുന്നത്. It's a villain. Villain is a poem having 19 lines and it comprises tercet meter and iambic pentameter. Tercet അതേപോലെ iambic pentameter മിക്സ് ആയി വരുന്ന കവിതയാണ്. 19 വരികളുള്ള കവിതയ്ക്കാണ് വില്ലനായി എന്ന് പറയുന്നത്. And the poem deals with various ideas about life and how to live it. ജീവിതം എന്താണ്, എങ്ങനെ ജീവിക്കണം എന്നൊക്കെയാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. ഇറ്റ് ഈസ് എ ട്രഡീഷണൽ റൈമിങ് ആൻഡ് അയാംബിക് പെൻഡാമീറ്റർ. ഇതില് ട്രഡീഷണൽ റൈമിംഗ് ആണ്, അതിൽ കൂടുതലും അയാംബിക് പെൻഡാമീറ്റർ ആണ്. ആൻഡ് ദ പോം ഇസ് മെഡിറ്റേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് മെഡിറ്റേറ്റീവ്. ഇറ്റ് അനലൈസസ് അവർ സെൽസ്, നമ്മൾ എന്താണ് എന്ന ആ ഒരു, നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മൾ സ്വയം അറിയുക എന്നതിന്റെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെയാണ് ഇതിൽ വിവരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രോസ്പെക്റ്റീവ് ആൻഡ് പോസിറ്റീവ് ഇൻ നേച്ചർ. ഇത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കവിതയാണ്. നമ്മൾ നേരത്തെ പറയാറുണ്ട് പണ്ട്, അത് എന്താണ്, വേദങ്ങളിലേക്ക് മടങ്ങുക, പ്രകൃതിയിലേക്ക് മടങ്ങുക, നേച്ചർ ഇസ് ഗോഡ് ഓർ നേച്ചർ ഇസ് എവറിതിങ് എന്നൊക്കെയുള്ള ആ ഒരു ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന കവിതയാണ് ഇത്. He spent a lot of time in his father's garden and a greenhouse, and so plants and roots can be seen in his works. അദ്ദേഹത്തിന്റെ ആ ഒരു നേച്ചറിന്റെ സ്വാധീനം വരാൻ കാരണം അദ്ദേഹത്തിന്റെ അച്ഛന്റെ ആ ഒരു ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഫാമിലാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത്. ആ ഒരു സ്വാധീനം നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും, അദ്ദേഹത്തിന്റെ കവിതകളിൽ പൊതുവെ കാണാൻ സാധിക്കും. To him, the greenhouse was his heaven on earth. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രീൻ ഹൗസ് എന്നത് ഇറ്റ്സ് ലൈക്ക് എ ഹെവൻ ഓൺ എർത്ത്, ഭൂമിയിലെ സ്വർഗം എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അത്രത്തോളം ആ ഒരു പോസിറ്റിവിറ്റിയാണ് ആ ഗ്രീൻ ഹൗസിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. ആ ഒരു ഇഫക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Okay, we can move on to the poem. The poem written by Theodore Root. Name of the poem is The Waking. I wake to sleep and make my waking slow. I feel my fate in what I can't fear. I learn by going where I have to go. ഫസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത് ഐ വേക്ക് ടു സ്ലീപ്പ്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉണരുന്നത്? ഐ വേക്ക് മീൻസ്, വേക്കിംഗ് മീൻസ് ഉണർവെന്നാണ് ടൈറ്റിലിന്റെ ആ ഒരു മീനിങ്. ദ വേക്കിംഗ് മീൻസ് ഒരു റീ അവേക്കനിങ്. ഇവിടെ അനുഭവത്തിലൂടെ ആ ഒരു ഉണർവ് അല്ലെങ്കിൽ പുതിയ അറിവ് നേടുന്നതിനെയാണ് അവേക്കനിങ് അല്ലെങ്കിൽ വേക്കിംഗ് എന്ന് പറയുന്നത്. ഐ വേക്ക് ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങാൻ വേണ്ടി ഉണരുന്നു. നമ്മൾ പറയാറുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ഐ വേക്ക് ടു സ്ലീപ്പ് ആൻഡ് ടേക്ക് മൈ വേക്കിംഗ് സ്ലോലി. ആൻഡ് ടേക്ക് മൈ വേക്കിംഗ് മീൻസ് ഐ എക്സ്പീരിയൻസ് മൈ വേക്കിംഗ് സ്ലോലി. ആ ഒരു അറിവ് സാവധാനമാണ് നേടിയെടുക്കുന്നത്. അതേപോലെയാണ് നമ്മൾ പറയാറുണ്ട് ഇറ്റ് ഈസ് ത്രൂ എക്സ്പീരിയൻസസ് ദാറ്റ് വി ഗെയിൻ നോളജ്. ഒരുപാട് അറിവുകൾ നമ്മൾ പുസ്തകത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് വായിക്കാറുണ്ട്, പക്ഷെ നമുക്ക്
അത്രത്തോളം അറിവ് കിട്ടണമെന്നില്ല, പക്ഷെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നു. സോ ഐ ടേക്ക് മൈ വേക്കിംഗ് സ്ലോലി, ഐ ഫീൽ മൈ ഫേറ്റ്, ഐ ക്യാൻ റിയലൈസ് മൈ ഫേറ്റ് in what I can't fear and I never fear in my fate. എൻ്റെ വിധിയിൽ ഞാൻ ഒരിക്കലും പേടിക്കാറില്ല. That means I can realize that it is my fate, so I have to accept it. അതെനിക്ക് അംഗീകരിക്കണം. So I never fear in my fate. I learn by going where I have to go. I learn by going. ഞാൻ എങ്ങനെയാ പഠിക്കുന്നത്? By going where I have to go. ഞാൻ എവിടെയാണോ പോകേണ്ടത് അവിടെ പോയി പഠിക്കുന്നു. That means I gain knowledge or I realize myself by going inside. ഞാൻ എന്നിലേക്ക് തന്നെ. Here the point means introspection. ഇൻട്രോസ്പെക്ഷൻ ആണ്, അതായത് നമ്മൾ എന്താണ് എന്ന് അനലൈസ് ചെയ്യുക. ബൈ നോയിങ് അവേഴ്സെൽസ് ത്രൂ ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷനിലൂടെ നമ്മളെ തന്നെ വിശകലനം ചെയ്ത് നമ്മളുടെ ശരികളും തെറ്റുകളും ഒക്കെ വിശകലനം ചെയ്ത്, നമ്മൾ പറയാറുണ്ട് ഒരു പേപ്പറിൽ ഒരു ഭാഗത്ത് നമ്മളുടെ ശരികളും ഒരു ഭാഗത്ത് നമ്മുടെ തെറ്റുകളും എഴുതുക, എന്നിട്ട് അത് കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് ബി എ ബെറ്റർ പേഴ്സൺ, ഒരു നല്ല വ്യക്തിയായി തീരാൻ സാധിക്കും എന്ന ഒരു കാഴ്ചപ്പാടൊക്കെ പറയാറുണ്ട്. അതേപോലെ ബൈ അനലൈസിങ് അവേഴ്സെൽസ്, നമ്മളുടെ ഫോൾട്ട് എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ സമയം ചെലവാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്യുന്നത്, എന്തൊക്കെ ശരികളാണ് ചെയ്യുന്നത്, അതിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് അവേഴ്സെൽസ്. നമ്മളെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും. നമ്മൾ ആരാണ്, എന്താണെന്നുള്ള ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ആ ഒരു വാക്കുകളിൽ നിന്ന്, ആ ഒരു സെന്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്. ആ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ഡിലൻ തോമസിന്റെ വരികളുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അതായത് the poet was greatly influenced by the poet Dylan Thomas. Good Jimmy into that good night എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക് എഴുതിയ വ്യക്തിയാണ് ഡിലൻ തോമസ്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ മരിക്കുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ വേഗം മരണത്തിന് കീഴടങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഗുഡ് നൈറ്റ് എന്ന കവിത. ആ ഫേമസ് ആയിട്ടുള്ള കവിതയിലൂടെ പ്രശസ്തരായ വ്യക്തിയാണ് ഡിലൻ തോമസ്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാധീനം നമ്മുടെ തിയോഡർ റൂത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. സോ നെക്സ്റ്റ് സ്റ്റാൻസ, വി തിങ്ക് ബൈ ഫീലിംഗ്. ഇനി നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? വി തിങ്ക് ബൈ ഫീലിംഗ്. നമ്മൾ ചിന്തിക്കുന്നത് ത്രൂ ഫീലിംഗ്സ്, ത്രൂ ഇമോഷൻസ്. വി കനോട്ട് തിങ്ക് റാഷണലി. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് യുക്തിപരമായിട്ടായിരിക്കില്ല. വി കനോട്ട് തിങ്ക്, ഓഫൻ വി കനോട്ട് തിങ്ക് ബേസ്ഡ് ഓൺ റീസൺസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കാറില്ല, മറിച്ച് വി തിങ്ക് ത്രൂ ഇമോഷൻസ്. ആ ഒരു ഫീലിംഗിലൂടെ, ഇപ്പൊ പെട്ടെന്ന് നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അത് ഫീലിംഗ് ആണ്. ആ ഒരു ഫീലിംഗിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ആ ഒരു വികാരമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. വാട്ട് ഈസ് ദെയർ ടു നോ? അതിലെന്താ അറിയാനുള്ളത്? ദാറ്റ് മീൻസ് വി ഓഫൻ തിങ്ക് ത്രൂ അവർ ഫീലിംഗ്സ്, or by feelings we often think of things. കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഫീലിങ്സിലൂടെയാണ്. അതിലെ പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെയാണ് എല്ലാ വ്യക്തികളും, മിക്കവാറുമുള്ള വ്യക്തികൾ, അതിനപ്പുറത്തേക്കുള്ള ആളുകളുണ്ട്, അവരൊക്കെ സെയിൻസ് ആയിരിക്കാം, സന്യാസിമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളാണ്. അതിനും അപ്പുറത്തേക്ക് ചിന്തിക്കുന്നത്. As far as the ordinary people are concerned, they are thinking through feelings. And I hear my being dance from year to year, and sometimes I can hear my being. My being means my soul is dancing from year to year. അതായത് എൻ്റെ ആത്മാവ് ഡാൻസ് ചെയ്യുന്നത് എനിക്ക് കാണാം. നമുക്കറിയാം, ചില സമയങ്ങളിൽ ഒന്നുമില്ലാതെ നമുക്കൊരു സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് വരാറുണ്ട്. ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്തോ ഒരു ഫ്രഷ്നെസ് നമുക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ തോന്നുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെയാണ് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒരു സാഡ്നെസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, വെറുതെ ഒരു കാരണമില്ലാതെ വേദനിക്കുന്ന അവസ്ഥ. അപ്പോ ഐ ക്യാൻ ഹിയർ മൈ ബീയിങ് മീൻസ് മൈ സോൾ ഡാൻസസ് ഫ്രം ഇയർ ടു ഇയർ, ആൻഡ് ഐ വേക്ക് ടു സ്ലീപ്
and take my waking slow. ഇനി എന്താണ് അദ്ദേഹം ദിസ് ലൈൻ ഇസ് റിപ്പീറ്റിംഗ്. ഐ വേക്ക് ടു സ്ലീപ്പ്, ഫസ്റ്റ് ലൈനാണ്, അത് റിപ്പീറ്റ് ചെയ്യാണ്. ഐ വേക്ക് ടു സ്ലീപ്പ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉണരുന്നത്? ടു സ്ലീപ്പ്. അതോടൊപ്പം തന്നെ ഐ ടേക്ക് മൈ വേക്കിംഗ് സ്ലോ ആൻഡ് ഐ എക്സ്പീരിയൻസ് തിങ്സ് സ്ലോലി, വളരെ സാവധാനമാണ് ഞാൻ കാര്യങ്ങൾ പഠിക്കുന്നത്. ദാറ്റ് മീൻസ് ബൈ ഓർ ത്രൂ എക്സ്പീരിയൻസസ് ഐ ലേൺ എവറിത്തിങ്. പിന്നീട് അദ്ദേഹം അടുത്ത സെൻസിൽ പറയുന്നു ഓഫ് ദോസ് സോ ക്ലോസ് ബിസൈഡ് മീ. ഇനി ഓഫ് ദോസ്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സോ ക്ലോസ് ബിസൈഡ് മീ, വിച്ച് ആർ യു. ചില ആളുകൾ ഐ ഹാവ് സം ഫ്രണ്ട്സ്, ദേ ആർ സോ ക്ലോസ് ടു മീ, ആൻഡ് വിച്ച് ആർ യു. The poet is asking, and the reader ചോദിക്കാണ് വിച്ച് ആർ യു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൂടെ ആരൊക്കെയാണുള്ളത്? എനിക്ക് കുറച്ച് ആളുകളുണ്ട് എൻ്റെ കൂടെ. നമ്മൾ പറയും ആൾക്കൂട്ടത്തിൽ തനിയെ. ചിലപ്പോൾ നമുക്ക് ഒരു അപകടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വരുന്ന സമയത്തായിരിക്കും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുക. യഥാർത്ഥത്തിൽ നമ്മളുടെ കൂടെ തേനും പാലും ചക്കര തേനെ പോലെ എന്നൊക്കെ പറയുന്ന ആളുകൾ ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. സോ ഐ ഹാവ് സം ഫ്രണ്ട്സ് അറൗണ്ട് മീ ഹു ആർ സോ ക്ലോസ്, ബട്ട് വിച്ച് ആർ യു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആളുകളുണ്ട്, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണുള്ളത്? ആൻഡ് ഗോഡ് ബ്ലെസ് ദ ഗ്രൗണ്ട്. ഗോഡ് ബ്ലെസ് ദ ഗ്രൗണ്ട് മീൻസ് ഗോഡ് ബ്ലെസ് ദ എർത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു ദ ഇഫക്റ്റ് ഓഫ് ഗ്രീൻ ഹൗസ് ഓർ നേച്ചർ ഇസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ പോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഗ്രീൻ ഹൗസ് ഉണ്ട്, ആ ഗ്രീൻ ഫാമിന്റെ സ്വാധീനം. ആൻഡ് ദ പോട്ട് സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം ഇൻ ദാറ്റ് ഫാം, സോ ദ ഇൻഫ്ലുവൻസ് ക്യാൻ ബി സീൻ ഇൻ ഹിസ് വർക്ക്സ്. അതാണ് ഇവിടെ പറയുന്നത് ഗോഡ് ബ്ലെസ് ദ ഗ്രൗണ്ട്. God bless the ground with trees, flowers and flora and fauna. ധാരാളം ആനിമൽസ്, അതേപോലെ തന്നെ ചെടികൾ, ഇതൊക്കെ തന്ന് ഈ പ്രകൃതിയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഷാൽ വാക്ക് സോഫ്റ്റ്ലി there. I shall walk softly there and I need to walk through this nature. or ഈ ഒരു ഭൂമിയിലൂടെ ഞാൻ അങ്ങനെ എന്താണ് പതുക്കെ നടക്കും. എന്തിനാണ്? അതായത് ഭൂമിയെ പോലും വേദനിപ്പിക്കാതെ, ഓരോ പുൽച്ചെടിയെ പോലും വേദനിപ്പിക്കാതെ ഞാൻ അങ്ങനെ നടക്കും. ഇവിടെയൊക്കെ റിട്ടേൺ ടു നേച്ചർ എന്നുള്ള ആ ഒരു ഫിലോസഫി നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ we can see life in every plant or everything in nature, or we can see God in everything in nature. പ്രകൃതിയിലുള്ള എല്ലാത്തിലും നമുക്ക് ദൈവത്തെ കാണാം, അല്ലെങ്കിൽ ഭൂമി ദേവി, ഈ സങ്കല്പങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. Then and I learn by going where I have to go, and I learn everything through my experience. So I walk slowly through this earth. ഈ ഭൂമിയിലൂടെ ഞാൻ ഇങ്ങനെ പതുക്കെ നടക്കും. പതുക്കെ നടന്ന്, ഇവിടെ പതുക്കെ നടക്കാന്ന് പറയുന്നത് ബൈ എൻജോയിങ് മൈസെൽഫ്. ഈ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കും. അങ്ങനെ നടക്കുന്ന സമയത്ത് ഐ ക്യാൻ ലേൺ എവരിതിങ്. ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പുഴ കാണുന്ന സമയത്ത് പുഴയുടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഒരിക്കലും ആ വെള്ളം തിരിച്ചൊഴുകുന്നില്ല എന്ന പ്രതിഭാസം. സിമിലർലി ലൈഫ് ഈസ് മൂവിങ് ഫോർവേഡ്, മുന്നോട്ടേക്ക് പോവുകയാണ്. ആൻഡ് വി കനോട്ട് ഗോ ബാക്ക്. നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല. നമ്മുടെ ചെറിയ കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക്, പഠന കാലഘട്ടം, അതിലേക്കൊന്നും നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം. ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയുന്ന ആ ഒരു തത്വം, ഇതൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കാണാൻ സാധിക്കും. അതേപോലെ ആ ഒരു എനർജി, വൈറ്റാലിറ്റി, പിന്നീട് പൂക്കൾ കാണുന്ന സമയത്ത് ആ നൈമിഷികമായിട്ടുള്ള ജീവിതം, വേഗം തന്നെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, ഇതൊക്കെ നമുക്ക് പല കാര്യങ്ങളും പ്രകൃതിയിൽ നിന്ന് പഠിക്കാൻ പറ്റും. സോ വി ഹാവ് ടു എൻജോയ് നേച്ചർ, ഓർ വി ഹാവ് ടു എൻജോയ് ലൈഫ്. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ലൈറ്റ് ടേക്സ് ദ ട്രീ. അടുത്തതായിട്ട് ഇറ്റ്സ് എ ഫിലോസോഫിക്കൽ വൺ. എന്താ പറയുന്നത്? ലൈറ്റ് ടേക്സ് ദ ട്രീ ബട്ട് ഹു ക്യാൻ ടെൽ അസ് ഹൗ. വളരെ ചിന്തിക്കത്തക്ക ഒന്നാണ് അദ്ദേഹം പറയുന്നത്. ലൈറ്റ് ടേക്സ് ദ ട്രീ. ദ ട്രീ റിസീവ്സ് സൺലൈറ്റ്, എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ആൻഡ് പ്രിപ്പയർ
food, and it is called photosynthesis. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? What is photosynthesis? The plants take air, water and sunlight and they prepare food. So it is called photosynthesis. Similarly, light takes the tree. The tree receives sunlight, but no one can say how it is. ഇതെങ്ങനെയാണ് നമ്മൾ കാത്തിരിക്കും, എങ്ങനെ സൂര്യപ്രകാശം. ഇപ്പോൾ ഒരു പൂവ് വിടരുന്നത് രാവിലെ നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ അത് വിടർന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. അതെങ്ങനെ വിടരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. അതേപോലെയാണ് ഈ ചെടികൾ പ്രകാശം എടുക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ ട്രീ ഓഫ് ലൈഫ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ട്രീ എന്നുള്ളത് ഇറ്റ് ഈസ് ആൻ ഇമേജറി ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് ട്രീ ഓഫ് ലൈഫ്. ലൈഫ് ടേക്സ് ദ ട്രീ, ബട്ട് ഹൂ ക്യാൻ ടെൽ us how? ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ഈ പ്രകാശം എങ്ങനെ ഈ മരത്തിൽ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ഈ മരം എങ്ങനെയാണ് പ്രകാശം സ്വീകരിക്കുന്നത്. ഇവിടെ പ്രകാശം എന്നുള്ളത് എനർജി ഓർ ഊർജം, അല്ലെങ്കിൽ ആ ഒരു പവർ. ഇവിടെ നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് ആ ഒരു യൂണിവേഴ്സൽ എനർജി, അല്ലെങ്കിൽ ആ ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ആ ഒരു എനർജി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസമാകാതെ, അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള വിശ്വാസമാകാം, ആ ഒരു അവനവനിൽ തന്നെയുള്ള വിശ്വാസമാകാം. ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ രാവിലെ 4 മണിക്ക് എണീക്കണമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീറ്റ് 4 മണിക്ക് എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വേഗം ജോലിക്ക് പോകും. അതേസമയം ജോലി ഇല്ലാത്ത സാറ്റർഡേ സൺഡേ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 8 മണിക്ക് ഉണർന്ന് എണീറ്റിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ക്ഷീണമാണ്. അതേസമയം ക്ഷീണം ഉണ്ടാകും, പക്ഷേ നമ്മൾ ആ ഒരു തിരക്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് നമ്മൾക്ക് ആ ഒരു എനർജിയാണ് പറയുന്നത്. അതേപോലെ വി റിസീവ് the universal energy and we cannot explain from where it comes and how it comes. In the next line also we can see an imagery. The lowly worm climbs a winding stair. I wake to sleep and take my waking slow. A lowly worm means a small worm climbs up. അത് കയറി പോകുന്ന എവിടെയാണ്? a winding stair. Winding stair means വളരെ ചുറ്റുള്ള സ്റ്റെയർ കേസ് കയറി അത് മുകളിലെത്താനുള്ള ഒരു ചെറിയ പുരു, അതിന്റെ എഫേർട്ടാണ്. അത്രത്തോളം ഹൈറ്റിലെത്താൻ the small worm takes a lot of effort. Similarly, people takes a lot of effort to reach at the heights. ഹൈറ്റിൽ എത്തിച്ചേരാൻ, ഉന്നതിയിൽ, ജീവിതത്തിന്റെ ഉന്നതിയിൽ എത്തിച്ചേരാൻ രാവ് പകലാക്കി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്ത് അങ്ങനെ എത്തിച്ചേരുന്നു. ആൻഡ് ലോലി ലേൺ ബൈ ഗോയിങ് വേർ ടു ഗോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് ഐ വേക്ക് അപ്പ് ടു സ്ലീപ്പ്. ഐ വേക്ക് ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങാൻ വേണ്ടി. ദിസ് ലൈൻ ഈസ് റിപ്പീറ്റിംഗ്. നേരത്തെ പറഞ്ഞ പോലെ ആ വരി റിപ്പീറ്റ് ചെയ്യാണ്. ഐ ടേക്ക് മൈ വേക്കിംഗ് സ്ലോ ആൻഡ് ഐ ലേൺ എവറിത്തിങ് സ്ലോലി. കാരണം ഈ ഒരു കാഴ്ചകൾ, ഇപ്പൊ ജീവിതത്തിന്റെ കാഴ്ചകൾ, ഒരു മരം എങ്ങനെയാണ് സൂര്യപ്രകാശം എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ദാറ്റ് മീൻസ് ഇവിടെ അദ്ദേഹം ആ ഒരു പ്രപഞ്ച സത്യമാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈവൻ ടുഡേ വി cannot explain. We say that it is a modern age and it is an age of science and technology. ശാസ്ത്രത്തിന്റെ കാലഘട്ടമാണ്, വികസനത്തിന്റെ കാലഘട്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും നമുക്ക് ഒരിക്കലും ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പറയാൻ പറ്റും. പക്ഷേ എങ്ങനെ ഒരു മരം സൂര്യപ്രകാശം സ്വീകരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സിമിലർലി നമ്മുടെ മനുഷ്യനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പല പല സൈക്കോളജിക്കൽ ടേംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എങ്ങനെ മനുഷ്യൻ, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ മരണം, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, പല പല കാര്യങ്ങളും ഉണ്ട്. പല പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും മരണശേഷം എന്ത് സംഭവിക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത അവസ്ഥയാണ്. സോ ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഐ വേക്ക് ടു സ്ലീപ്പ് ആൻഡ് ടേക്ക് മൈ വേക്കിംഗ് സ്ലോ. Then great nature has another thing to do. ഈ അദ്ദേഹം വീണ്ടും പറയുന്നു, ഗ്രേറ്റ് നേച്ചർ, പ്രകൃതി, this universe has many things to, has another thing to do or has many things to do. എന്തൊക്കെയാണ്? To you and me, as well as you and I are concerned. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ ഒരു പോയിറ്റ് അല്ലെങ്കിൽ ഒരു നരേറ്റർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം
ഈ പ്രകൃതിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാനുണ്ട്. ആൻഡ് സോ ടേക്ക് ദ ലൈവ്ലി എയർ. We have to take the lively air from nature. പ്രകൃതിയിൽ നിന്നും we have to receive the power. ആ ഒരു ശക്തി നമ്മൾ ഉൾക്കൊള്ളണം. And lovely learn by going where to go. And by receiving that energy or by receiving that power, we have to experience everything. പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്ന് റിട്ടേൺ ടു നേച്ചർ എന്നുള്ള ആ ഒരു തത്വമാണ് ഇവിടെ പറയുന്നത്. ബൈ എൻജോയിങ് നേച്ചർ ഓർ ബൈ ഗോയിങ് ബാക്ക് ടു നേച്ചർ വി ഹാവ് ടു ലേൺ എവറിത്തിങ്. പണ്ട് ഗുരുകുല സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ എല്ലാം ഗുരുക്കന്മാർ കൂടെ ശിഷ്യരെ കൂട്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. പ്രകൃതിയിലേക്ക് കൊണ്ടുപോയി പ്രകൃതിയിൽ നിന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഓരോ ചെടികളെ കുറിച്ചും അവയുടെ ഉപയോഗങ്ങളെ കുറിച്ചും ഒക്കെ അങ്ങനെ പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്ത് കൂടെ കൂട്ടി പഠിപ്പിച്ച ആ ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ എൻജോയ് നേച്ചർ. ഇവിടെ ലൈഫ് ഈസ് വെരി മൊമെന്ററി, വളരെ നൈമിഷികമാണ്. ലൈഫ് ഈസ് ഫ്രജൈൽ, എന്താണ്, വളരെ ഒരു നിമിഷ നേരത്തേക്കുള്ള ഒരു നീർക്കുമുള പോലെയുള്ള ജീവിതം. സോ എൻജോയ് ലൈഫ് ആൻഡ് ടേക്ക് എനർജി ഫ്രം ദ യൂണിവേഴ്സ്. പ്രകൃതിയിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. Then this shaking keeps me steady. അടുത്ത സ്റ്റാൻസയിലെ കൺക്ലൂഡിംഗ് സ്റ്റാൻസയിലെ here we can see some personal experiences. This shaking keeps me steady. ഇവിടെ ഷേക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയപ്പെടുന്നത് the shaking of mind, മനസ്സിന്റെ ചാഞ്ചാട്ടം. ഇവിടെ the point was in hospital for mental treatment. ആ ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് അദ്ദേഹം കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. സോ this can be autobiographical. This shaking keeps me steady. So now I am steady. ഇപ്പോൾ എനിക്ക് ആ ഒരു വിറയലില്ല. That means the shaking of the mind. This keeps me steady and I should know. എന്താ മനസ്സിലാക്കേണ്ടത്? That feels away, that falls away is always. That falls away is always. That means something is losing every time from us. നമ്മളിൽ നിന്ന് പലപ്പോഴും പലതും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. That may be people or friends or love, അല്ലെങ്കിൽ ട്രൂത്ത്, സ്നേഹം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കാം. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നും സ്നേഹം, കരുണ, ദയ, അങ്ങനെയുള്ള ചിലപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളുടെ കൂടെ വേണ്ടപ്പെട്ട ആളുകൾ, അങ്ങനെ പലരെയും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കാം. ആൻഡ് ദാറ്റ് ഈസ് ഓൾവേസ്. And that is a process that happens to every person at every time. എല്ലാ സമയത്തും എല്ലാ വ്യക്തികളിലും നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. എല്ലാ കാലവും എല്ലാവരും കൂടെ ഉണ്ടാകണമെന്നില്ല. എല്ലാ കാലത്തും സമ്പത്ത് കൂടെ ഉണ്ടാകണമെന്നില്ല. അതേപോലെ സ്നേഹം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് സ്നേഹത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കാം. ആ ഒരു സ്വാർത്ഥത കൂടിയിട്ട് സ്നേഹം കുറഞ്ഞുകൊണ്ടേയിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. ആൻഡ് ഈസ് നിയർ. And this process is near to everyone. എല്ലാവരുടെയും കൂടെ അല്ലെങ്കിൽ എല്ലാവരുടെയും അടുത്ത് തന്നെയുള്ള ഒരു പ്രക്രിയയാണത്. And I wake to sleep. This is also another meditative one. നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതായത് പലതും ഉണ്ടാകുമ്പോൾ പലതും നഷ്ടപ്പെടുന്നു. And take my waking slow and learn by going where I have to go. And I learn all these experiences, or I know all these experiences by going where I want to go. That means by or through introspection I realize everything. Introspection lൂടെ ആകാം, അല്ലെങ്കിൽ by returning to nature, പ്രകൃതിയിലൂടെ ആകാം. I can realize everything, or I gain my experiences through these terms. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പോം ദ വേക്കിംഗ്? ദ വേക്കിംഗ് മീൻസ് ന്യൂ അവേക്കനിങ് ഓർ റീബർത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസിങ് ന്യൂ തിങ്സ്. വേക്കിംഗ് എന്നുള്ളത് ഉണർവാണ്. ഇത് സാധാരണ അവേക്കനിങ് അല്ല, മറിച്ച് it is the inner awakening or awakening of the soul. Next year we have already said that it is a Vivanai and it has 19 lines. That lines are made up of 5 tercet and 1 quatrain in iambic pentameter. ഇതിലെ poetic devices, alteration,
Alliteration is the repetition of consonant sounds. I feel my fate and fear. First sound is repeating. I feel my fate and fear. പിന്നീട് the use of imagery, we can see the imagery of tree and worm. രണ്ട് സ്ട്രോങ് ഇമേജസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ട്രീ, and the tree represents tree of life, and worm, ഇവിടെ സ്മോൾ worm എന്നുള്ളത് it represents people, ജനങ്ങൾ, and through hard work they reach at the zenith of their effort. അവരുടെ എഫേർട്ടിന്റെ ഉന്നതിയിൽ അവർ എത്തിച്ചേരുന്നത് ത്രൂ ഹാർഡ് വർക്ക്. ഹാർഡ് വർക്കിലൂടെ എത്തിച്ചേരുന്ന ആളുകളുണ്ട്, അല്ലാതെ പെട്ടെന്ന് മറ്റു മാർഗങ്ങളിലൂടെ എത്തിച്ചേരുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കവിതയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഡിവൈസസ്. These are the main points. Hope you enjoyed it. Thank you.